ഇത് ജയരാജൻ അനുഗ്രഹ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വഴിയിൽ വ്യത്യസ്തമായ ഇടപെടൽ കൊണ്ട് ശ്രദ്ധേയനായി മാറുകയാണ് കോഴിക്കോട് ചെറുവുറ്റ സ്വദേശി ജയരാജ് അനുഗ്രഹ. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരാളിൽ നിന്നും സംഭാവന സ്വീകരിക്കാതെയാണ് 22 വർഷമായി ജയരാജൻ അനുഗ്രഹ എന്ന മനുഷ്യസ്നേഹി കാരുണ്യ പ്രവർത്തനം തുടരുന്നത്. കഷ്ടപ്പെടുന്നവർക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വസ്ത്രങ്ങളും മരുന്നും ഭക്ഷ്യവസ്തുക്കളും ആവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് പതിവ്. കോഴിക്കോട് പറമ്പിൽ ബസാറിൽ ചെറുവറ്റക്കടവ് സായി സെന്ററിന് സമീപത്താണ് ജയരാജൻ അനുഗ്രഹ താമസിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് പോകുമ്പോഴും മറ്റൊരു രീതിയിൽ ജയരാജൻ പിന്നിട്ട ഒരുപാട് തിക്താനുഭവങ്ങളുമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഭാര്യ ലിസമോൾക്കും 2 ആൺമക്കളായ ജിതിൻ രാജിന്റെയും നിതിൻ രാജിന്റെയും എല്ലാവിധ പിന്തുണയോടും കൂടി ഊർജിതമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോവുകയാണ് ഈ മനുഷ്യസ്നേഹി. സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് 3 ഡോക്ടറേറ്റ് അവാർഡുകൾ, 12 ഇന്റർനാഷണൽ അവാർഡുകളും 10 ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുകളും 21 നാഷണൽ അവാർഡുകളും 91 ജില്ലാ സംസ്ഥാന പുരസ്കാരങ്ങളും ജയരാജ് അനുഗ്രഹയെ തേടിയെത്തിയിട്ടുണ്ട്. ഈ മനുഷ്യസ്നേഹിയാണ് നാട്ടിലെ താരത്തിലെ ഇന്നത്തെ അതിഥി. ചാനൽ 2 പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 22 വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജയരാജൻ അനുഗ്രഹ അവരുടെ ഭവനത്തിലേക്കാണ്. ജയരാജേട്ടനിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ജയരാജേട്ടനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 22 വർഷമായല്ലോ ഈ ഒരു രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നു. എന്താണ് ഇത്രയും കാലത്ത് പ്രവർത്തന മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ഞാനൊരു ചാനലിലൊരു വാർത്ത കാണാം. മനോവൈകല്യത്താൽ പ്രയാസപ്പെടുന്ന ഒരമ്മയും 2 കുഞ്ഞുങ്ങളും. കാരണം അവർക്ക് യാതൊരു മാർഗമില്ല ജീവിക്കാൻ. മഴക്കാലാണ്, അവരെ വീട് ചോർന്നൊലിക്കുന്നു, നിലത്തൊരു പായ പോലുമില്ല, ചാക്കി വിരിച്ചിട്ട് അതിലാണ് കിടക്കുന്നവരന്ന്. വാർത്ത കണ്ട വാർത്തയാണ് വന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ തുഷാരഗിരിക്ക് ഒരു യാത്ര പോവുകയാണ്. തുഷാരഗിരി ആ യാത്ര പോയപ്പോൾ ഞാൻ കോടഞ്ചേരി കുമ്പപ്പള്ളി കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളിപ്പം ജീവിച്ചിരിപ്പില്ല, അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കടയിൽ കയറി ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് ഈ കാര്യം കൂടി ഒന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളെ ഒരു പണി ചെയ്യണം. കോടഞ്ചേരി സ്വദേശി ജോർജ് കുട്ടി വിളക്കുന്നേര് എന്റെ വാർഡ് മെമ്പർ ആയിരുന്നു. നിങ്ങളെ വാർഡ് മെമ്പർ ആയിരുന്നു. അതെ നമ്മളെ കോടഞ്ചേരി സർവീസ് ബാങ്കിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാലേ കുഞ്ഞേട്ടൻ പറഞ്ഞു, എന്തായാലും അദ്ദേഹം നിങ്ങളെ സഹായിക്കും. എന്തായാലും എനിക്ക് അന്ന് അതുവരെ അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച്, ഇങ്ങനെയാണ് വിഷയമുണ്ട്, എനിക്ക് അവരെങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോ നിങ്ങളെ സഹായിക്കാണ് വലിയ ഉപകാരം. അപ്പൊ എനിക്ക് കാണാൻ പറ്റിയത്, അദ്ദേഹവും ഞാൻ ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ ഏത് രാഷ്ട്രീയക്കാരനൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് അന്ന് ആ വീട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ എല്ലാ ഭക്ഷണ സാധനങ്ങള്, അതുപോലെ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തു തന്നു. മാത്രമല്ല അദ്ദേഹം വേറെ 2-3 ആളെ ഫോൺ ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ എനിക്കൊരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സ് വാഹനത്തിനുള്ള സാധനമായിട്ടാണ് ഈ അമ്മനെയും മക്കളെയും കാണാൻ ഞാൻ പോകുന്നത്. ആദ്യമായിട്ട് കിട്ടിയ സേവനം, ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവം. അത് ഞാൻ അവിടെ കൊണ്ടുപോയി ആ വീട്ടിൽ ഏൽപ്പിച്ചു. അത് ആ വാർത്ത ദേശത്ത് മൊത്തം പരന്നു. പിന്നീട് ആളുകൾ നിരന്തരം സഹായത്തിനായി വിളിക്കാൻ തുടങ്ങി. എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? അതൊരു 20-22 വർഷം ആ സമയത്താണ്. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റിലെ അനുഭവം. പിന്നീട് നമ്മൾ തുടക്കം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഓരോ ദിവസവും സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുണ്ട്, ചെറുതും വലുതുമായ. കാരണം ഉദാഹരണമായിട്ട് ചോർന്നൊലിക്കുന്ന വീടായിരിക്കും, അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു ഓടായിരിക്കും വേണ്ടി വരിക. അപ്പൊ നമ്മൾ ഓരോ ഓടാണെങ്കിൽ അവർ വിളിക്കുമ്പോ ഓടെത്തിക്കും. പിന്നെ ചില അമ്മമാർ വിളിക്കാറുണ്ട്, മോനെ, അവർക്ക് പെൺകുട്ടികളൊക്കെ ആയിരിക്കും, ഭയങ്കര ഭയത്തോടൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയ ആളുകളുണ്ടാവും. അപ്പൊ ഞങ്ങളെ വീട്ടിൽ കതക് വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ കഥക് അടുത്തതായി ഞാൻ ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാണ്. അപ്പൊ ഞാൻ അവർക്ക് ജസ്റ്റ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യും, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. അപ്പൊ കഥക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോ കഥക് എത്തിച്ചു തരാൻ ആളുകളുണ്ട്. അതുപോലെ സാമ്പത്തിക സഹായങ്ങളൊന്നും യാതൊന്നും വാങ്ങൂല. കാരണം സംഭാവന പണമായിട്ട് വാങ്ങൂല, സാധനങ്ങളായിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഇപ്പൊ ദൂരത്തുനിന്നൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചോളം പണം എങ്ങനെ എത്തിക്കും? അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ, ഞാൻ സാധനം വാങ്ങിക്കുന്ന കടേന്റെ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുക, കടയിലേക്ക് അവർ ഗൂഗിൾ പേ ചെയ്യുന്നു, ഞാൻ ആ സാധനം പോയി വാങ്ങിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യമൊന്നുമില്ല, അവർക്ക് ആവശ്യം എന്താണോ അവരെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നുള്ളതാണ്. ആരെന്ത് സഹായം ആവശ്യപ്പെടുന്നോ അതിനനുസരിച്ച് നമ്മളെ കൊണ്ടാകുന്നത് പോലെയുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. ആ സ്ഥലത്ത് അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും, കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കും. അത് പൂർണ്ണമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക്. പിന്നെ കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കാണ്. കാരണം അതുപോലെ വസ്ത്രത്തിന് ഇത് ചെയ്യാനുണ്ടായ ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 29 വർഷം മുന്നേ ഞാൻ എന്റെ വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ആകെ വീട്ടിൽ നിന്നൊക്കെ നകന്ന, കാരണം ഞങ്ങൾ അറിയാലോ, അറിയാലോ. അപ്പൊ അങ്ങനെ കഴിയുന്ന അവസരത്തില് ഞങ്ങളൊരു 4 ദിവസം പൂർണ്ണമായിട്ടും പട്ടിണി കിടന്നുണ്ട്. 10 പൈസ കുടുംബായതിനു ശേഷം ഞാനും ഭാര്യയും അന്നൊരു ചെറിയ മോനുണ്ട്. ഈ 4 ദിവസം പട്ടിണി കിടന്ന അടുത്ത വീട്ടിൽ 5-ാം ദിവസം ചക്ക വലിക്കുന്നുണ്ട്, ചക്ക ഇടുന്ന കുഴി എന്നൊക്കെ പറയാം. ചക്ക, അതിന്റെ ഒരു ചക്ക ആ മരത്തിന്റെ ചുവടത്ത് നിന്ന് ഫുള്ളായിട്ട് കഴിച്ചാളാ ഞാൻ, മനസ്സിലായില്ലേ? അപ്പോ വിശപ്പ് എന്താന്ന് ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ വസ്ത്രം ശരിക്ക് ഒന്നും മാറി എടുക്കാനില്ലാത്തൊരു വസ്ത്രത്തിന്റെ ഒരു ഗതി ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളിവിടെ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള വീടാണെങ്കിലും ഞങ്ങൾ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെയേറെ ഇങ്ങനെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ആഹാരം, വസ്ത്രത്തിനാണ്, പിന്നെ പാർപ്പിടത്തിനും. കാരണം എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു കൊച്ചു ഷെഡില് ആണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ ഓർക്കുന്ന ഒരു ഉമ്മ ഉണ്ട്. ഞാൻ എന്ത് കൊണ്ടു കൊടുത്താലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലാണെങ്കിലും, ഞാൻ എന്ത് സാധനം ഇവിടെ എത്തിച്ചാലും അത് കൊടുക്കുന്ന മുഖങ്ങളെ ഞാൻ കാണിക്കില്ല. അതേസമയത്ത് എനിക്ക് തരുന്ന ആളുകളെ ഞാൻ കാണിക്കും. കാരണം അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ്. കൊടുക്കുന്ന മുഖങ്ങളെ ഞാൻ പ്രദർശിപ്പിക്കുക. അതിനും ഒരു കാരണം ഉണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെ ഒരു നോമ്പുകാലം ഞങ്ങളെ വീട്ടില് ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു കദീസുമ്മ എന്ന് പറഞ്ഞ ഒരു പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ പിന്നെ രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. എന്താ വെച്ചാൽ സക്കാത്തിന് പോണ എല്ലാ വീടുകളിലും അവർക്ക് സക്കാത്തായി ലഭിക്കുന്ന അരി അത് ശേഖരിച്ച് വെച്ച് ആരും കാണാതെ എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ എത്രയോ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എത്രയോ ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ നിമിഷം നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രവർത്തന രീതി. നമുക്കൊരു നേരം ഭക്ഷണം കഴിക്കുന്നവർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ ഞാൻ എല്ലാ വർഷവും നമ്മള് നിർധനരായിട്ടുള്ള കുട്ടികള്, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, നമ്മൾ ധാരാളം കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അത് കേരളത്തില് നമ്മൾ എല്ലാ ജില്ലകളും, മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. മാത്രല്ല തമിഴ്നാട്ടില് മുഖപ്പിയൂർ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലം ഉണ്ടല്ലോ, ആ പ്രദേശത്ത് നമ്മള് ധാരാളം കുട്ടികളെ നമ്മൾ പോയി സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെ സാധനം വാങ്ങിച്ചിട്ട് പോകല്ല, സഹായിക്കാൻ ഒരു 10 പേരെ എന്റെ കൂട്ടുകാരെ ഞാൻ കണ്ടെത്തും. അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരെ കൈകൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. അങ്ങനെ പ്രവൃത്തികൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടല്, അതുപോലെ ഭൂകമ്പം, ജലപ്രളയം, അവിടെ ആദ്യം എത്തുന്ന വണ്ടി ജയരാജൻ അനുഗ്രഹന്റെ വണ്ടിയാണ്. അപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ ആഹാര സാധനങ്ങളിൽ ശേഖരിച്ചു പോവുകയും ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിനൊന്നും കളക്ഷനൊന്നുമില്ല. ഞാൻ ഒരാളെ മുന്നിലും കൈനീട്ടി പോകില്ല. എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ അതെന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആളുകൾ ധാരാളമായിട്ട്. ഇന്നലത്തെ തന്നെ ഒരു അനുഭവം എന്ന് പറയുകയാണ്. ഇന്നലെയാണ് ഒരു കൂട്ടുകാരൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയത്. അപ്പൊ അദ്ദേഹം എന്റെ പോസ്റ്റ് കാണാണ്, നിർധനരായ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് പുസ്തകവും ബാഗ് കൂടെ വേണം. ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ജരയേട്ടാ ഞാൻ എന്ത് ചെയ്യണം, ഒരു 5000 രൂപ അയച്ചേട്ടെന്ന്. ഞാൻ പറഞ്ഞ 5000 രൂപ ഞാൻ കൈപ്പറ്റത്തില്ല. ഞാനിങ്ങനെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്ന ബാഗൊക്കെ വാങ്ങുന്ന കടയുണ്ട്, ആ കടേന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് അയക്കുക ചെയ്യാം. ഞാൻ അവിടെ നിന്ന് പോയി കൈപ്പറ്റി ആളുകളിലെത്തിക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് കിടക്ക, കട്ടില്, ഇതൊക്കെ ആവശ്യമാണ്, അതൊക്കെ എത്തിക്കും. പിന്നെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഞാൻ പൈസ ഒന്നും വാങ്ങുന്നില്ല, അപ്പൊ എന്റെ യാത്രയൊക്കെ എങ്ങനെ നടക്കുന്നു? എന്നെ സംബന്ധിച്ചോളം എന്റെ യാത്രക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോ ഇവിടുന്ന് ഒരു രോഗിനെ സഹായിക്കാനോ അല്ലെ മറ്റാവശ്യത്തിനായി ഇറങ്ങുമ്പോൾ എന്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്നെ വിളിക്കും. ഇപ്പൊ ജയരാജൻ അവിടെ എല്ലാം കുറച്ച് സുഹൃത്തുക്കൾ, നല്ല ചെറിയ കുട്ടികൾ വരെ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഇന്ന സ്ഥലത്തെ പോയി, ആ ജയരാജേട്ട പെട്രോൾ പമ്പിൽ എത്തുന്നും പറയണോ, ഞങ്ങള് എണ്ണ അടിച്ചു 10 ലിറ്റർ അടിച്ചോ, ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തോളാന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് എന്റെ വണ്ടിയിൽ അടിക്കുന്നത്. അപ്പൊ ഇത്രയും കാലത്തെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ബാക്കോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ആ ഒരു
സ്ഥിതി എന്താണ്? ഹാപ്പിയാണ്, ജീവിതം ഹാപ്പി ആയിട്ട് സന്തോഷമായി പോകണം. ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. അപ്പം താങ്കളുടെ ഇത്രയും ജീവിതകാലത്തിന്റെ അനുഭവങ്ങളിൽ ഇപ്പൊ നമ്മൾ പോസിറ്റീവായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പല മേഖലകളിൽ നമ്മൾ മുന്നേറി വിജയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് അനുകൂലവും പ്രതികൂലമായ കുറെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രതികൂലമായ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കളെ അലട്ടുന്ന രീതിയിൽ? പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന പല രീതിയിലോ അപഖ്യാതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് എന്റെ അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ആരോടും പൈസ വാങ്ങുന്നില്ല, പൈസ കൊടുക്കൂല, ഞാൻ സംഭാവന വാങ്ങിക്കൂല, പണം സംഭാവന കൊടുക്കൂല. അത് ജനങ്ങൾക്കറിയാം. പിന്നെ എന്റെ നാട്ടിലെ ആളുകൾ നല്ല സപ്പോർട്ട് എനിക്ക്, നാട്ടിലെ നല്ല എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ഞാൻ 22 വർഷം ഈ മേഖലകളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ജനസപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അവരുടെ ഒരു സ്കൂൾ തുറക്കുന്ന സമയമാണ്, ഞാനിപ്പോ ഇനി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യാൻ അതെ ഞാനിപ്പോ ഇനി ബാഗ് കുട പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിക്കണം. ഞാൻ എല്ലാ വർഷവും 200-250 കുട്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കും. എനിക്കൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ എന്റെ ഒരു ബഹുമാന്യ സ്നേഹിതന്റെ സുധീറട്ടെ, അദ്ദേഹത്തിന് ഈ നിമിഷം വളരെ സന്തോഷത്തോടെ ഇറക്കുകയാണ്. ഞാനൊരു പോസ്റ്റ് ഇടുമ്പോൾ ആദ്യം പ്രതികരിക്കുന്ന വ്യക്തിയാണ് സുധീറട്ടെ. അദ്ദേഹം അപ്പം മെസ്സേജ് ചെയ്ത് എന്നോട് ചോദിക്കും എന്താ ചേട്ടാ ആവശ്യം, അപ്പം തന്നെ എന്താ എവിടുന്ന സാധനം എടുക്കുന്നത്, അവിടേക്ക് അദ്ദേഹം ഗൂഗിൾ പേ ചെയ്തിരിക്കുകയാണ്. അതുപോലെയുള്ള നല്ല വ്യക്തികൾ നമുക്ക് ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇത് ഭംഗിയായിട്ട്. അപ്പൊ ഈ മേഖലയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിലെ സപ്പോർട്ടോ, ഭാര്യ ലിസമോള്, മക്കള് നല്ല സപ്പോർട്ട്, എല്ലാ രണ്ടുപേരും കൂടിയാണ് ആദ്യമൊക്കെ എപ്പോഴും കാണുന്നത് ലിസമോളുടെ സപ്പോർട്ട് എന്ന് പറയാൻ. കാരണം നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ചിലപ്പോ നമുക്കൊരു ഫോൺ കോൾ വരികയായിരിക്കും, ഒരു 10 കിലോ അരി വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്ന മരുന്നിനായിരിക്കും നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അലക്കല്ലിൽ അവിടെ വെച്ചിട്ട് പോവുകയാണ്. അടുപ്പത്ത് ചിലപ്പം അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇറക്കി വെച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി പോകും. കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് പോകാറുള്ളത്. എനിക്കും അതേപോലെ തന്നെ എന്റെ മൈക്കാവ് പ്രദേശത്ത് തന്നെ ഒരുപാട് സഹായങ്ങൾ അല്ലെ, നമ്മൾ അരിയായിട്ടും കോവിഡിന്റെ സമയത്താണെങ്കിലും അതേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണെങ്കിലും അതേ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭംഗിയായി നടക്കും. അത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നത് കോവിഡിന്റെ സമയത്ത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് ജനത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മൊത്തം കെട്ടിയടച്ചല്ലോ. ഈ സമയത്ത് നമുക്കൊരു ചുരുങ്ങിയതൊരു 300 കുടുംബത്തിലേക്കെങ്കിലും നമുക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെ. എന്റെ കണ്ണിന്റെ ഓപ്പറേഷത്തിന് വെച്ച പൈസയായിരുന്നു. അതിന്റെ കോവിഡ് വരുന്നതിന്റെ കുറച്ച് മുന്നേ. അപ്പൊ ഞാൻ കണ്ണിന്റെ ഓപ്പറേഷത്തിന് വെച്ച പണവും സ്വരൂപിച്ച് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോ എന്റെ ഒരു സുഹൃത്ത് ആ പൈസ ഹോസ്പിറ്റലിൽ അടച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഈ പൈസ ബാലൻസ് വന്നു. അപ്പൊ ആ പൈസ 24,000 രൂപ വെച്ച് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഞാനിത് ചെയ്യുന്നതെന്ന് കണ്ടപ്പോഴേക്ക് പല സ്ഥലങ്ങളിൽ നാളെ എന്നെ വിളിക്കാൻ തുടങ്ങി. എന്ത് വേണേലും ചെയ്യാൻ ആളുകൾ തയ്യാറായി. അപ്പം കിറ്റുകളൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും കിറ്റുകളായി. പിന്നെ അവസാന സമയത്ത് നമുക്ക് വന്നത് കുരട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സമൂഹ അടുക്കള ഉണ്ടായിരുന്നു. സമൂഹ അടുക്കള അന്ന് നടത്തിപ്പിന് അന്ന് സർക്കാർ സഹായം എത്തുന്നതിന് മുന്നേ അന്ന് നടത്തിപ്പിനായിട്ട് അന്ന് വലിയ സാമ്പത്തികമൊന്നുമില്ല. എനിക്ക് അന്ന് കൊടുക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അന്നപ്പോഴാണ് എന്റെ വൈഫിന് എങ്ങനെ ക്യാൻസർ രോഗമാണ്, 4th സ്റ്റേജിലാന്നൊക്കെ കണ്ടെത്തുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലെ വിരലിലുള്ള മോതിരാണ് അയച്ചു കൊടുത്തിട്ടാണ് അന്നത്തെ സമൂഹ അടുക്കള ഭംഗിയായി നടന്നത്. കാരണം എന്റെ നാട്ടിലെ അച്ഛന്മാരാണല്ലോ അത്, അച്ഛനും അമ്മമാർക്കുള്ള ഒരു ഭക്ഷണശാലയാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. നമ്മൾ ലോഡ് കണക്കിന് വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോ ആളുകൾ ചിന്തിക്കും ഇതൊക്കെ ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് ഒരു ലോഡ് വസ്ത്രമാണ് കോടഞ്ചേരിയിലെ പഞ്ചമി ടെക്സ്റ്റൈൽസ് ജയശട്ടെ നിങ്ങളെ നാട്ടുകാരനായ ജയശട്ടെ ഒരു ലോഡ് വസ്ത്രമാണ്. പിന്നെ ഞാൻ ഏത് കുട്ടികളെയും നിർധനരായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ ജയശേഖരന്റെ അപ്പനുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു സഹായമാണ്. നമ്മൾ അവിടെ ചെന്ന് പറയാണ് എനിക്കൊരു വിവാഹ സാരി വേണമെന്ന് ഞാൻ അദ്ദേഹം ഫ്രീ ആയിട്ട് തരും. അങ്ങനെ സംഭവം ജയശേഖരന്റെ പിതാവ് അന്ന് തൊട്ടിട്ട് ജയശേഖരനും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലുള്ള ഇതൊന്നും നമ്മളെ കഴിവല്ല, ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു കുറച്ച് ഫാമിലി ഉണ്ട്, 23 ഫാമിലി താമസിക്കുന്നത്. ഞാൻ എത്രയോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇപ്പോഴേ കുറച്ചു കാലമായിട്ടുള്ള ലഭിക്കാത്തത്. അവര് 24 ഫാമിലി കൂടിയിട്ട് എന്താ പറയാ 240 കിലോ അരി എനിക്ക് തരും.
അപ്പൊ 24 കുടുംബത്തിന് അങ്ങ് കൊടുക്കാൻ പറ്റും. ഞാനൊരു ദിവസം തന്നെ ഏകദേശം 100 പേർക്ക് സഹായം എത്തിച്ച ദിവസമുണ്ട്. 100 പേർക്ക് സഹായം എത്തിച്ച ദിവസമുണ്ട്. ഇതൊക്കെ ആളുകളെ, ജനങ്ങൾ, നല്ലവരായ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഒന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാനൊരു നിമിത്തം മാത്രമാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ താങ്കൾ തേടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു അനുഭവമാണ് നമുക്ക് ആ റൂമിൽ തന്നെ നമുക്ക് പോയി കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പുറലോകം അറിഞ്ഞു വന്നത് ഫേസ്ബുക്ക് വഴിയാണോ അല്ലെങ്കിൽ ആളുകൾ വഴി? ഞാൻ ഒത്തിരി ചാനലുകളൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ചാനലുകൾ, എന്റെ ഈ വാർത്തകൾ പുറം ലോകം അറിയാൻ തുടങ്ങിയപ്പോ ഒത്തിരി ചാനലുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസം എന്നെ എല്ലാരും എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട നമ്മൾ അന്തരിച്ച ഉമ്മൻചാണ്ടി സാർ, മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ എനിക്ക് ലെറ്റർ ഒക്കെ അയച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KM മാണി സാർ, അദ്ദേഹം എന്നെ ലെറ്റർ ഒക്കെ എഴുതി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നന്ദിപൂർവ്വമാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ സാറിന്റെ ഒരു ആശംസ ലെറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ശശി തരൂർ സാറിന്റെ വന്നിട്ടുണ്ട്. അതുപോലെ CPM-ലുള്ള ആളുകളെ നമുക്ക് അയച്ചിട്ടുണ്ട്. പാർട്ടിയൊന്നുമില്ല, എന്നെ സംബന്ധിച്ചോളം യാതൊരു പാർട്ടിയിലും ഞാനില്ല. ഞാൻ എല്ലാവരെയായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. BJP-ന്റെ ആളുകളാണ് നമ്മൾ ആളുകൾ നമ്മുടെ സഹകരണമുണ്ട്. UDF സഹായം ചെയ്യുമ്പോൾ അതിന്റെ പുറകിലെ ചേതവികാരം ഒന്നുമില്ല. നമുക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് കൊടുക്കാന്ന് മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പറ്റുന്ന സഹായങ്ങൾ, പറ്റുന്ന കാര്യങ്ങൾ അവര് എല്ലാരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ജാതി മത രാഷ്ട്രീയ എല്ലാരും പങ്കെടുപ്പിച്ചും കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളെ പുരസ്കാരം. എനിക്ക് ലഭിച്ച അംഗീകാരങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്. ചെറിയൊരു മ്യൂസിയം തന്നെ അല്ലേ? ഇത് വേൾഡ് ഗിന്നസ് റെക്കോർഡാണിത്. വേൾഡ് ഗിന്നസ് വർഷം നമ്മൾ കോവിഡ് സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഒരു അംഗീകാരമാണത്. മദർ തെരേസ അവാർഡ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഗ്ലോബൽ മെറിറ്റ്, ആന്റി കറപ്ഷൻ ഇന്റലിജൻസ് കമ്മിറ്റി. അതെ. താങ്കൾ അപ്പൊ ഈ ഒരു പുരസ്കാര ജോലി മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് ഇതൊക്കെ. കേരളത്തിൽ മാത്രമല്ല, ഇതിന് പുറമെ മറ്റെന്തെങ്കിലും ഒരു ജോലി താങ്കൾക്കില്ലേ? പിന്നെ എനിക്ക് ജോലികളുണ്ട്. ഞാനൊരു എസ്റ്റേറ്റിന്റെ സൂപ്പർവൈസറാണ് കോടഞ്ചേരി. എന്റെ കൂട്ടുകാരന്റെ ഒരു എസ്റ്റേറ്റ് ആണ്, അത് ഞാനാ നോക്കി നടക്കുന്നത്. പിന്നെ കൂടാതെ ഞാൻ സിവിൽ പ്രൊട്ടക്ഷൻ ലീഗൽ സർവീസിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റാ. അത് ജനങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു അല്ലേ? നിയമസേവന രംഗത്ത് ഉള്ള ഒരു കാര്യമാണ്. സിവിൽ പ്രൊട്ടക്ഷൻ ലീഗൽ സർവീസിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റാ. പിന്നെ ലീഗൽ സർവീസിന്റെ PLV ആയിട്ട് 12 വർഷം ഉണ്ടായിരുന്നു. 12 വർഷം ഇല്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടും ആളുകൾ താങ്കളുടെ ഉപദേശം നേടാൻ വരുമായിരിക്കും അല്ലേ? നിയമോപദേശം. അതെ. അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഹ്യൂമൻ റൈറ്റ്സ് ക്രൈം കൺട്രോൾ കൗൺസിലിന്റെ കേരള സ്റ്റേറ്റ് മെമ്പറാണ്. പിന്നെ ഒരു കൊച്ചു ജോലി വേറെ ഉണ്ട്, ക്രൈം റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. അതിന്റെ കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള ചെറിയൊരു കൊച്ചു പദവിയും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അതിന്റെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ജയരാജേട്ടന്റെ വിശേഷങ്ങള് ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു അതിഥിയുമായി ഞാൻ വീണ്ടും വരും. ഗുഡ് ബൈ. ഒരു രാഷ്ട്രീയ ഇടപെടലുകളും നോക്കാതെ തനിക്ക് നൽകാൻ പറ്റുന്നതെന്തും ആരോരുമില്ലാത്തവർക്ക് എത്തിച്ചു നൽകുകയും തന്റെ ജീവിതയാത്രയിൽ പട്ടിണി കിടന്ന പാഠം മറ്റാർക്കും ഉണ്ടാവരുതെന്ന ഉറച്ച തീരുമാനവും, സഹജീവികൾക്കുള്ള കൈത്താങ്ങിൽ പണമല്ല നല്ലൊരു മനസ്സാണ് വേണ്ടതെന്നും നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് ഈ മനുഷ്യസ്നേഹിയായ ജയരാജൻ അനുഗ്രഹ.